ഹായ് ഫ്രണ്ട്സ്, ഡയറക്ഷൻ എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരാൾ 4 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ നേരെ നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നേരെ നടന്നു. യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര ദൂരെയാണ് അയാൾ ഇപ്പോൾ ഉള്ളത്? ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഡയറക്ഷൻ എന്ന ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഫിഗർ കറക്റ്റ് വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. നോക്കാം. ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ എന്നോട് കാണിക്കുന്നുണ്ട്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് നമ്മളെ മൈൻഡിലുണ്ടാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 4 കിലോമീറ്റർ തെക്കോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ടൊരു 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ. ഇപ്പോൾ ഇവിടെയാണ് മെയിൻ പ്രശ്നം പറ്റുന്നത്. ഇടതേതാണ് വലതേതാണെന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് അടിക്കും. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ ഇത് ഇങ്ങോട്ട് വരുന്നു. ഇവിടം വരെ എത്തിയപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അയാൾ ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പം അയാളുടെ ഇടതെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കും വലതെന്ന് പറയുന്നത് ഇങ്ങോട്ടുമായിരിക്കും. ചിന്തിച്ച് നോക്കുക. അപ്പം ഇടത് സൈഡിലോട്ട് 6 കിലോമീറ്റർ അയാൾ യാത്ര ചെയ്യുന്നു. ഇനി ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഒന്ന് ആലോചിക്കേ, അയാൾ ഇടതെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കും വലതെന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കുമായിരിക്കും. ഓക്കെ, ഇനി വലത്തോട്ട് എത്രയാണ് പോകുന്നത്? 4 കിലോമീറ്റർ. അങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റും ഇതും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, അതായത് തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര ദൂരെയാണ് അയാൾ ഇപ്പോൾ ഉള്ളത്? അപ്പോൾ ഈ ഒരു പോയിന്റ് ടു ഈ ഒരു പോയിന്റിലേക്കുള്ള ദൂരമാണ് അറിയേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിനെ ഒരു എന്നൊക്കെ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഒരു പോയിന്റ് ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും ഇതെന്തായി? ഒരു പൈതഗോറസ് തിയറത്തിൻ്റെ അണ്ടറിലേക്ക് വരുന്നുണ്ടല്ലേ. അതായത് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കർണമായിട്ടും ഇത് പാദം ഇത് ലംബം എന്ന രീതിയിൽ കണക്കാക്കാം അല്ലേ. ഇവിടെ പറയുന്നത് ഇത് കർണം, ഇത് പാദം, ഇത് ലംബം. അപ്പോൾ എന്ത് ചെയ്യുക? പാദം എന്നുള്ളിടത്ത് 6 സ്ക്വയർ പ്ലസ് ലംബം 8 സ്ക്വയർ. നമ്മളെ ഫൈനൽ ആൻസർ 10 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഫിഗർ വരച്ചാൽ തന്നെ മാക്സിമം ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മാത്സിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് മാക്സിമം കളയരുത്. ഓക്കെ, താങ്ക് യു.